സ്നേഹഹർഷം ഭാഗം 74. അവൻ വീൽചെയർ തിരിച്ചുകൊണ്ട് ഹാളിന് നേരെ പോകാനൊരുങ്ങി. അപ്പോഴാണ് ഹാദി ആ കാഴ്ച കണ്ടത്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു കാറിന്റെ സൈഡിൽ ചാരി വല്ലാതെ തളർന്നു പോയ പോലെ നിൽക്കുന്ന അയാളെ. വിദൂരതയിൽ എവിടെയോ ദൃഷ്ടി ഉറപ്പിച്ച പോലെ നിൽക്കുന്ന അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അവർ പറഞ്ഞതെല്ലാം അയാൾ കേട്ടു എന്നത് വ്യക്തം. കേട്ട സത്യങ്ങളൊന്നും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അയാൾ. താനിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണല്ലോ ഇതെല്ലാം കേട്ടത് എന്ന് അയാൾ ഓർത്തു. ദിയുവിനെ എങ്ങനെയെങ്കിലും കാണണമെന്ന് ചിന്തയിൽ അവളെ തിരഞ്ഞിറങ്ങി. സ്നേഹ അവളുടെ മോളാണേൽ അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന് ഉറപ്പായിരുന്നു. വരാന്തയിലൂടെ നടന്നു വരുമ്പോഴാണ് നിത്യമോളെ കണ്ടത്. അവളോട് തന്നെ ചോദിക്കാൻ തീരുമാനിച്ചു. മോളെ, സ്നേഹമോളുടെ അമ്മയെ കണ്ടോ നീ? അവൾ എന്തിനാ എന്ന രീതിയിൽ നോക്കുന്നത് കണ്ട് പറഞ്ഞു, അല്ല, ആളെ ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് കാണാന്ന് കരുതി. ആ പാച്ചുവും ആച്ചിയെ തെരഞ്ഞു പോയിട്ടുണ്ട്. ദേ ആ ആലിന്റെ ഭാഗത്ത് ആളുണ്ട്, പെട്ടെന്ന് വന്നേക്കണേ, ഫോട്ടോ എടുക്കാനുള്ളതാ. അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അകത്തേക്കോടി. അവളോട് തലകുലുക്കി സമ്മതിച്ചിട്ട് താനും ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോ ഇവരുടെ സംസാരം കേട്ട് നിന്നുപോയതാണ്. എന്തൊക്കെയാ താനീ കേട്ടത്? അപ്പോ ദിയു വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ? സ്നേഹ അവൾ തന്റെ മകളാണോ? അയാളുടെ ഹൃദയം ആർത്തലച്ച് കരഞ്ഞു. ഹൃദയം നിറങ്ങുന്ന വേദന തോന്നുന്നു. മഹിയേട്ടാ, ഹാദിയ ഒരാന്തലോടെ വിളിച്ചു. ആനിയമ്മയും പാച്ചുവും ആകെ അന്തം വിട്ട് നിന്നു. അവളുടെ വിളി കേട്ട് ഞെട്ടിയിട്ടെന്ന വണ്ണം ഉണർന്ന അയാൾ തന്റെ മുന്നിൽ വീൽചെയറിലിരിക്കുന്ന അവളെ കണ്ട് പിന്നെയും ഞെട്ടി. ഇത്ര നേരം അവൾ പിന്തിരിഞ്ഞിരുന്നതിനാൽ അവളെ അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ അവളെ വീൽചെയറിൽ കണ്ട അയാളുടെ തളർച്ച പൂർണ്ണമായി. അയാൾ വെപ്രാളത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുന്നിലായി മുട്ടിലിരുന്ന് അവരുടെ കൈകൾ പിടിച്ചെടുത്തു. എന്താ നിനക്ക് പറ്റിയത്? എന്താടി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നെ സ്നേഹ അവൾ നമ്മുടെ മോളാണോ? അവൾ കണ്ണീരോടെ അതെ എന്ന് തലയാട്ടി. അവർ പിരിഞ്ഞതു മുതൽ അന്ന് വരെയുള്ള കാര്യങ്ങൾ അവൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അയാളോട് പറഞ്ഞു. എല്ലാം കേട്ട് അയാൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവളുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. എന്തിനായിരുന്നു എന്നിൽ നിന്ന് ഓടി അകന്നത്? പോരാഞ്ഞ് നീ നിബന്ധനകളെല്ലാം വെച്ചത്. ഇല്ലെങ്കിൽ അയാൾ അവളുടെ മടിയിൽ മുഖമിട്ടുരുട്ടി കരഞ്ഞു. ഹാദിയ വിറയ്ക്കുന്ന കൈകളോടെ അയാളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ. ഇല്ലേല് മഹിയേട്ടൻ എന്നെ പോകാൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ പാച്ചുവും ആനയും നിറകണ്ണുകളോടെ പരസ്പരം നോക്കി. കുറെ നേരം അങ്ങനെ ഇരുന്ന ശേഷം അയാൾ തന്നെ തന്റെ സങ്കടങ്ങളെല്ലാം നിയന്ത്രിക്കാനെന്ന പോലെ മുഖം അമർത്തി തുടച്ച ശേഷം എണീറ്റ് അവളുടെ വീൽചെയറിന് പിന്നിലായി വന്ന് അത് മുന്നിലേക്കുരുട്ടി. അതുരുട്ടിക്കൊണ്ട് ഹാളിലേക്ക് നടക്കുമ്പോഴും അയാളുടെ ഹൃദയം വല്ലാതെ വിലപിക്കുന്നുണ്ടായിരുന്നു. ദിയു, അവൾ എന്തൊക്കെയാണ് തരണം ചെയ്തത്? എന്റെ മകൾ, തന്റെ കുഞ്ഞ്. അയാൾ ഇടയ്ക്കിടെ കൈ ഉയർത്തി മുഖം അമർത്തി തുടച്ചു. അയാൾ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. ഹാളിലേക്കുള്ള വാതിൽ കടന്ന് വീൽചെയർ അകത്തേക്ക് നീക്കി നിർത്തി അവൾക്ക് പിന്നിലായി തന്നെ അയാൾ നിന്നു. പാച്ചുവും ആനയും ഒന്നും ചെയ്യാനില്ലാത്ത പോലെ നിസ്സഹായരായി നിന്നു. അയാൾ സ്റ്റേജിൽ നിൽക്കുന്ന സ്നേഹയെ നോക്കി. തന്റെ മകൾ, തന്റെ പൊന്നുമോൾ, അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും തനിക്കായില്ലല്ലോ. അവൾ അനുഭവിച്ച അനാഥത്വത്തിന്റെ ചൂട് അയാളുടെ ഹൃദയത്തെ വല്ലാതെ പൊള്ളിച്ചു. താൻ ജീവിച്ചിരിക്കെ വർഷങ്ങൾ തന്റെ മകൾ അനാഥയായി കഴിഞ്ഞു.
അയാൾക്ക് ഒരു വേള എല്ലാവരോടും ദേഷ്യം തോന്നി. തന്നോട്, ഹാദിയോട്, ഒപ്പം തനിക്ക് ചുറ്റുമുള്ള എല്ലാവരോടും. അയാൾക്ക് ദേഷ്യവും സങ്കടവും കാരണം അലറി വിളിക്കണമെന്ന് തോന്നി. ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന തോന്നുന്നു. അയാൾ നെഞ്ചു തടവി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തന്റെ മകളെ നോക്കി നിന്നു. ഇടത് കൈയിൽ പിടിച്ച പോപ്കോൺ പാക്കറ്റിൽ നിന്നും ഓരോന്നായി എടുത്ത് വായിലേക്ക് എറിഞ്ഞുകൊണ്ട് മൂളിപ്പാട്ടും പാടി നടന്നു വരികയാണ് ജന്മ. പെട്ടെന്ന് അവളെ ആരോ കയ്യിൽ പിടിച്ചു വലിച്ച് 2 കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതിനിടയിലുള്ള സ്ഥലത്തേക്ക് നിർത്തി. അവൾ പകച്ച് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. നീരജ്. പിന്നെ തന്റെ കയ്യിലെ പോപ്കോൺ പാക്കറ്റിലേക്കും തറയിൽ ചിതറിക്കിടക്കുന്ന പോപ്കോണിലേക്കും നോക്കി. ഇയാളെ ഇന്ന് ഞാൻ ഇതെന്തായാലും ഞാൻ അച്ചോട്ടനോട് പറയും. ഇനി ഞാൻ ക്ഷമിക്കില്ല. നോക്കിക്കോ, ഇയാളുടെ ജോലി പോയാലും സാരയില്ല, അത്രയ്ക്കായാലും ശരിയാവില്ലല്ലോ. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. എടീ, ഞാനൊന്ന് പറയട്ടെ, നിന്നെ ഒന്ന് തനിച്ച് കാണാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല, അതാ. അവൻ അവളുടെ ദേഷ്യം തണുപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. എന്തിനാ എന്നെ തനിച്ച് കാണുന്നത്? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. അത് പിന്നെ നിന്നെ കണ്ട അന്ന് മുതൽ പറയണമെന്ന് കരുതിയ ഒരു കാര്യമുണ്ട്, അതൊന്നും നിന്നോട് പറയാനാ. അതെന്താ അങ്ങനെ ഒരു കാര്യം? അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അത് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നീ എന്റെ വീട്ടിലേക്ക് പോരുന്നോന്ന്. വെറുതെ ഒന്ന് വന്ന് കണ്ടുപോകാനല്ല, തിരികെ പോകാത്ത വിധം എന്റെ വീടും വീട്ടിലുള്ളവരും നിന്റേത് കൂടിയാവാൻ നീ പോരുന്നോ? അവന്റെ ആ ചോദ്യം കേട്ട് അവൾ ആകെ അമ്പരന്നു. നിനക്കും അതിനിഷ്ടാണെന്ന് തന്നെ ഞാൻ കരുതിക്കോട്ടെ? അവൻ പതിയെ ചോദിക്കുമ്പോൾ അവൾ മുഖം കുനിച്ചു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോൾ. എന്നാൽ പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ തല ഉയർത്തി അവനെ നോക്കി. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവൾ ചൂണ്ടുവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് അവളുടെ കണ്ടീഷൻ എന്നറിയാൻ അവൻ അവളെ തന്നെ നോക്കി. ചേട്ടന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. എന്റെ ശമ്പളം അമ്മയ്ക്കും അച്ഛനും കൊടുക്കണം. അവർക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ലാത്തോണ്ടാ. അവസാന വാക്കുകൾ പറയുമ്പോൾ അവളുടെ സ്വരം നേർത്തു പോയിരുന്നു. അവളുടെ കവിളിൽ അരുമയായി വലം കൈ ചേർത്ത് അവൻ ആർദ്രതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് 100 വട്ടം സമ്മതം. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ആ വലിയ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു. തന്റെ മുഖം ചേർത്ത് പിടിച്ചിരിക്കുന്ന അവന്റെ കൈകളിലെ മുട്ടിന് താഴെ വരെ മടക്കി വെച്ച ഷർട്ടിന്റെ കയ്യിൽ വെറുതെ പിടിച്ച് കറക്കിക്കൊണ്ട് മുഖം കുനിച്ചു നിന്നു അവൾ. നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി അവൾ ചുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. നീരജ് അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി മുഖം തനിക്ക് നേരെയാക്കി. ഡി, എനിക്ക് ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. അവന് പറയാനുള്ളത് എന്താണെന്നറിയാൻ അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അത് പിന്നെ നീ കരുതും പോലെ. പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവന്റെ ഫോൺ റിങ് ചെയ്തു. അമ്മയാണ് വിളിക്കുന്നത്. അവൻ അവളുടെ മുഖത്തേക്കും ഫോണിലേക്കും മാറി മാറി നോക്കി. ഫോൺ എടുക്ക്, അമ്മ എന്തേലും അത്യാവശ്യത്തിനാവും വിളിക്കുന്നത്, അവൾ പറഞ്ഞു. മൂളിക്കൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. നീ എവിടെയാടാ? ഞാനിവിടെ പുറത്തുണ്ടമ്മേ, അവൻ പറഞ്ഞു. അവിടെ നീ എന്ത് ചെയ്യുവാ? നീ വേഗം ഇങ്ങോട്ട് വന്നേ. അമ്മയുടെ ധൃതി പിടിച്ച സംസാരം കേട്ട് അവനൊന്ന് സംശയിച്ചു. എന്താ അമ്മേ, എന്താ കാര്യം? നിന്നോട് വേഗം ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്, വേഗം വാ. ചോദിച്ചതിനല്ല അപ്പുറത്ത് നിന്ന് ഉത്തരം കിട്ടിയത്. അമ്മേ. അവൻ കൂടുതൽ എന്തോ ചോദിക്കാൻ തുടങ്ങും മുന്നേ അപ്പുറത്ത് കോൾ കട്ടായി. അവൻ എന്ത് വേണമെന്നറിയാതെ ആശയക്കുഴപ്പത്തോടെ അവളെ നോക്കി. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അമ്മ അവനെ എന്തോ ആവശ്യത്തിന് വിളിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൾ അവന്റെ കൈ പിടിച്ചു. ഏട്ടൻ അങ്ങോട്ട് ചെല്ല്, അമ്മ വിളിക്കുമല്ലേ, നമുക്ക് സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ.
അവളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ തലകുലുക്കി അവളുടെ കയ്യിലൊന്ന് അമർത്തിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അവൻ ചെല്ലുമ്പോൾ അമ്മ ഹർഷിനടുത്തുണ്ട്. വേറെയും ആരൊക്കെയോ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ആകെ സംശയിച്ചാണ് ചെന്നത്. എന്തിനാവും അമ്മ ഇത്ര അത്യാവശ്യപ്പെട്ട് തന്നെ വിളിച്ചത്? അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. എന്തിനാ അമ്മ എന്നെ വിളിച്ചത്? ആ, നിനക്കിത് ആരാണെന്ന് മനസ്സിലായോ? അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ജ്വല്ലറിയുടെയോ ബ്യൂട്ടി പാർലറിന്റെയോ ഒക്കെ പരസ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഒരുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയെ തൊട്ട് കാണിച്ച് അമ്മ ചോദിച്ചു. അവൻ മനസ്സിലാകാത്ത പോലെ രണ്ടുപേരെയും നോക്കി. ഇതാണ് പ്രമീള ആന്റി. നിനക്ക് ഓർമ്മയില്ലേ? നമ്മുടെ തറവാടിനടുത്തായിരുന്നു ഇവർ മുമ്പ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇങ്ങോട്ട് മാറിയതാ. ഓ ഇല്ലമ്മേ, ഞാൻ ഓർക്കുന്നില്ല. ഇതിനാണോ അമ്മ ഇത്ര അത്യാവശ്യപ്പെട്ട് തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന ഈർഷ്യ മുഖത്ത് പ്രകടമാകാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ഇവളെങ്കിലും നീ ഓർക്കുന്നുണ്ടോ? പണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് കളിച്ചു നടന്നവരാ. പ്രമീള ആന്റി അവരുടെ അടുത്ത് നിന്ന മകളെ മുന്നോട്ട് നീക്കിക്കൊണ്ട് പറഞ്ഞു. നീരജ് അവളെ ഒന്ന് നോക്കി. അമ്മയുടെ അത്രയും മേക്കപ്പ് ഇല്ലേലും ഒരു മോഡേൺ ലുക്കുള്ള പെൺകുട്ടി. എന്നാൽ അവളെ ഓർത്തെടുക്കാൻ അവന് കഴിഞ്ഞില്ല. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവനും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. നീ ഇവൾക്കൊരു കമ്പനി കൊടുക്ക്. ഞങ്ങൾ വലിയവരുടെ കൂടെ ഇവൾക്ക് ബോറടിക്കും. നിങ്ങളാവുമ്പോ ഒരേ തരക്കാരല്ലേ? അമ്മ അവനെ പൂർണ്ണമായും ലോക്കാക്കിയ പോലെ പറഞ്ഞു. അവൻ നിസ്സഹായതയും ദേഷ്യവും നിറഞ്ഞ ഭാവത്തിൽ അമ്മയെ നോക്കി. അവരത് കാണാത്ത ഭാവത്തിൽ പ്രമീള ആന്റിയെയും കൂട്ടി മറുഭാഗത്തേക്ക് നടന്നു. അവൻ അവളെ നോക്കി ഒരു വിളറിയ ചിരി നൽകി. ഹായ് നീരജ്, എന്നെ മറന്നു അല്ലേ? ഞാൻ പ്രിയ. അവൾ സ്വയം പരിചയപ്പെടുത്തി. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലടോ. അവൻ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ഓർമ്മ ഒന്നുമില്ല. പിന്നെ മമ്മി ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്തോ ചില ഓർമ്മകൾ ഉണ്ടാകാറുണ്ട്. ഓ, താൻ എന്ത് ചെയ്യുവാ ഇപ്പോ? എന്തേലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് കരുതിയ അവൻ ചോദിച്ചു. ഞാൻ ബിസിനസ്സിൽ പപ്പയെ സഹായിക്കുന്നുണ്ട്. MBA കഴിഞ്ഞു ഞാൻ. അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞെങ്കിലും അതൊന്നും അവൻ കേട്ടില്ല. അവിടേക്ക് വന്ന് സ്നേഹയുടെ അടുത്തായി നിന്ന് നീലുവിനോടൊപ്പം കാര്യം പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന ജന്മയിലായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവൻ. അവളും ഇടയ്ക്കിടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം നിൽക്കുന്ന നിത്യയെ അവൻ ദയനീയമായി നോക്കി കണ്ണുകൾ കൊണ്ട് ഒന്ന് രക്ഷിക്കാൻ അപേക്ഷിച്ചു. അതോടെ നിത്യ അവർക്കടുത്തേക്ക് വന്നു. ഹാ, ചേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? എത്ര നേരമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഞാൻ നോക്കി നിൽക്കുന്നോന്നറിയോ? ഇങ്ങോട്ട് വന്നേ. അവൾ അവന്റെ കൈ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നിട്ട് പ്രിയയെ തിരിഞ്ഞു നോക്കി ഉള്ളിലെ ചിരി മറച്ചു പിടിച്ചു പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ വരാട്ടോ. പ്രിയ ഇച്ഛാഭംഗത്തോടെ തല കുലുക്കിക്കൊണ്ട് അവരെ നോക്കി നിന്നു. നീരജും നിത്യയും കൂടി വന്നതോടെ എല്ലാവരും ചേർന്ന് തിരിഞ്ഞും മറിഞ്ഞും ഫോട്ടോയും സെൽഫിയും ഒക്കെ മാറി മാറി എടുക്കാൻ തുടങ്ങി. അതിനിടയിൽ നിത്യ കണ്ണുകൾ കൊണ്ട് പാച്ചുവിനെ തിരഞ്ഞു. ഈ മരങ്ങോടൻ ഇതുവരെ തിരികെ വന്നില്ലേ? ഇപ്പോഴും അവിടെ എവിടെയും കറങ്ങി നടക്കുവാണോ ആവോ? മനസ്സിൽ പറയുന്നതിനിടയിലും അവളുടെ കണ്ണുകൾ നാലുപാടും അവനെ പരതി. അപ്പോഴാണ് അവനും ആനിയമ്മയും കൂടി വാതിൽ കടന്ന് അകത്തേക്ക് വന്നത്. പിന്നാലെ ഹാദിയുടെ വീൽ ചെയർ അകത്തേക്ക് വന്നു. വീൽ ചെയർ ഉരുട്ടി അകത്തേക്ക് വരുന്നയാളെ കണ്ട് അവൾ അമ്പരന്നു. അവൾ നോക്കുന്നിടത്തേക്ക് തന്നെ നീരജിന്റെ നോട്ടവും ചെന്നു നിന്നു. ഇവർ രണ്ടാളും തമ്മിൽ നേരത്തെ പരിചയവും ഉണ്ടാവുമോ എന്നവൻ ചിന്തിച്ചു. അല്ലെങ്കിൽ പിന്നെ ഹാദി ആന്റിയുടെ വീൽ ചെയർ ഉന്തി വരേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പെട്ടെന്ന് മറ്റൊരു കാര്യം അവന്റെ കണ്ണുകളിലുടക്കി. വീൽ ചെയറിൽ പിടിച്ചിരിക്കുന്ന ആ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അവൻ അമ്പരപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. ഇരു ചെന്നിയിലൂടെയും ചാലിട്ടൊഴുകുന്ന വിയർപ്പ് കണങ്ങൾ തുടയ്ക്കാൻ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി വൃഥാ ശ്രമിക്കുകയാണ് അയാൾ. പിന്നെ കൈകൾ നെഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നീരജ് മനസ്സിലാക്കി തുടങ്ങും മുന്നേ തന്നെ അയാൾ കൈകൾ നെഞ്ചിലമർത്തിക്കൊണ്ട് കുഴഞ്ഞു വീഴാൻ തുടങ്ങി. അച്ഛാ!
നീരജിന്റെ നിലവിളിക്കൊപ്പം നിത്യയുടെ നിലവിളിയും അവിടെ മുഴങ്ങി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. എല്ലാവരും നാളെ വരെ കാത്തിരിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.